പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ കറണ്ട് പോയി കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു വെളിച്ചം കണ്ടാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ DC ബൾബ് അല്ലെങ്കിൽ ഇൻവേർട്ടർ ബൾബ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിന്ന് വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പഴയ ഒരു ഇൻവേർട്ടർ ബൾബ് തന്നെയാണ്. ഇതിൻ്റെ പുറമേയുള്ള മൂടിയും മറ്റു കാര്യങ്ങളും ബോർഡുകളൊക്കെ നമ്മൾ അഴിച്ചെടുക്കുന്നുണ്ട് ആദ്യം തന്നെ. ഇതിൻ്റെ ഡിഫ്യൂസർ ഇപ്പോൾ നമ്മൾ അഴിച്ചു കഴിഞ്ഞു. ഈ വരുന്നതാണ് LED PCB. അതിൻ്റെ 2 സ്ക്രൂ ഉണ്ട്. അതിൻ്റെ വയറുകൾ നമ്മൾ സോൾഡർ ഗൺ ഉപയോഗിച്ച് ഡിസ്കണക്ട് ചെയ്യുക. ഇതാണ് ഇൻവേർട്ടർ ബൾബിൻ്റെ ഉള്ളിലുള്ള ബോർഡ് വരുന്നത്. അത് നമുക്ക് റിമൂവ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളെ ബാറ്ററി ഇരിക്കുന്നത്. ബാറ്ററി പഴക്കം ചെന്ന കാരണം ആ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ LED PCB ആണ്. ഇൻവേർട്ടർ ബൾബിൻ്റെ PCBയിലെ കണക്ഷൻസൊക്കെ അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. കൺട്രോൾ ബോർഡും അതുപോലെ ബാറ്ററി കണക്ട് ചെയ്യുന്ന ഭാഗം, AC കണക്ട് ചെയ്യുന്ന ബോർഡാണിത്. അതുപോലെ നമുക്കൊരു ബാറ്ററിയും വാങ്ങിയിട്ടുണ്ട് 3.7 വോൾട്ടിൻ്റെ. ആദ്യം നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് LED PCBന്ന് മെയിൻ ബോർഡിലേക്കുള്ള കണക്ഷനാണ്. അത് റെഡ് ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും, ഗ്രീൻ വയർ ഉണ്ടാവും. അത് കറക്റ്റായിട്ട് മാർക്കിംഗ് ഉണ്ടാവും, പ്ലസ് മൈനസൊക്കെ മാർക്കിംഗ് ഉണ്ടാവും അതിനകത്ത്. അതിനുശേഷം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള പോയിന്റിൽ നമ്മൾ ബാറ്ററിയും കൂടെ കണക്ട് ചെയ്യുക. ഇനി നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. AC കണക്ട് ചെയ്യുന്ന വയറുകൾ തമ്മിൽ കൂട്ടി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബൾബ് പ്രകാശിക്കും. 2 രീതിയിലാണ് ഇത് പ്രകാശിക്കുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ബൾബ് നല്ലോണം പ്രകാശിക്കും, നല്ല ബ്രൈറ്റിൽ പ്രകാശിക്കും. വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഓൺ ആക്കുന്ന സമയത്ത് ബ്രൈറ്റ്നെസ് കുറഞ്ഞിട്ടായിരിക്കും പ്രകാശിക്കുക. ഇനി നമ്മൾ ഈ ബോർഡെല്ലാം കൂടെ നമ്മൾ പഴയ കേസിലേക്ക് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ LED PCB ഫിറ്റ് ചെയ്തു, AC വയർ കണക്ട് ചെയ്തു, ഇനി ബാറ്ററിയും കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മൾ പഴയ കേസ് എടുത്തിട്ട് ആ കേസിൻ്റെ അകത്ത് ഈ ബോർഡും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു LED റീചാർജ് ബൾബ്, കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് ബാക്കപ്പ് കിട്ടുന്ന ഒരു ബൾബ് ഉണ്ടാക്കിയെടുക്കാം. ഒരു 200-250 രൂപയ്ക്ക് ഇതിൻ്റെ സ്പെയറുകളൊക്കെ കിട്ടുന്നതായിരിക്കും. മാർക്കറ്റിൽ നമ്മൾ ഗ്യാരണ്ടിയുള്ള ഒരു LED ബൾബ് വാങ്ങണമെങ്കിൽ, റീചാർജ് ബൾബ് വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു 400-450 രൂപേൻ്റെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. സാധാരണ ഓപ്പറേഷനിൽ ഇത് സാധാ ബൾബായിട്ട് 12 വാട്ടിൻ്റെ ബൾബായിട്ട് വർക്ക് ചെയ്യും. കറണ്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ സ്വിച്ച് ഓൺ ആക്കണം, അല്ലെങ്കിൽ ഫുൾ ടൈം സ്വിച്ച് ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞവർ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.